ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് പണ്ട് മുതലേ കാണാനുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി മാർക്കറ്റ് അനാലിസിസ്, ബിറ്റ്കോയിൻ്റെ എല്ലാം തന്നെ ഡെയിലി അനാലിസിസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യാറില്ല, കുറച്ച് തിരക്കുകൾ കാരണമായിരുന്നു. ആൻഡ് കുറച്ച് ദിവസങ്ങളായല്ലോ നമ്മൾ ഈ ഒരു അനാലിസിസ് ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ്റെ കുറച്ച് മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു മാസം ഏത് രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റുകളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. എൻ്റെ ഒരു ടാർഗറ്റ്, ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള അനാലിസിസോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഇത് എൻ്റെ മാത്രം അനാലിസിസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എൻ്റെ അനാലിസിസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഒരിക്കലും എന്നെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. അപ്പോൾ പതിവുകളൊന്നും തെറ്റിക്കേണ്ട, നമുക്ക് ആദ്യമേ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.3 ട്രില്യൺ. ഒരു 1.34% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 18.53% ഒരു ഡിക്രീസ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു $38.44 ബില്യൺ ആണ് ഇപ്പോഴത്തെ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ 52.42% അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.23% ഡിക്രീസ് ആണ് ബിറ്റ്കോയിൻ ഡോമിനൻസിൽ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 72 ആണ്. ഒരു ഗ്രീഡ് ആയിട്ടുള്ള ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, ഒരു ബുൾ മാർക്കറ്റ് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടോടെ ഈ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് താഴേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ ഒരു പച്ച കത്തിക്കെടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബിറ്റ്കോയിൻ ഒരു 1.13% ഒരു ഇൻക്രീസ് കഴിഞ്ഞ 24 ഹവറിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 2.33% ഇൻക്രീസ് ബിറ്റ്കോയിൻ ഉണ്ടായിട്ടുണ്ട്. എതേറിയത്തിലും ഏകദേശം അത്രയൊക്കെ തന്നെ. ഒരു കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഒരു 2.79%, കഴിഞ്ഞ 24 മണിക്കൂറിൽ 2.11% ഒക്കെ എതേറിയത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഓൾട്ട് കോയിൻസിലും ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മൊത്തത്തിലൊരു പച്ചയാണ് കത്തിക്കിടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ തന്നെ ഇവിടെ ഓൾട്ട് കോയിൻസിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിലൊരു ബുള്ളിഷ് ആയിട്ടുള്ള സെന്റിമെന്റിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്രീഡാണ് 72 ആണ് നിൽക്കുന്നത്, ഒരു ഗ്രീഡാണ് നിൽക്കുന്നത്. സോ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു സംശയവുമില്ല അതിൽ. എന്നാൽ ഈ ഒരു മാസം, ഈ ഒരു നവംബർ മാസം നമുക്ക് ഏത് രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള, അല്ലെങ്കിൽ എത്ര വരെ ഒരു ടാർഗറ്റ് നമുക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിൽ ഞാൻ ആകെ ഇവിടെ ഇട്ടിട്ടുള്ളത് ഒരു CPR ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഒരു മന്ത്ലി CPR ഇൻഡിക്കേറ്റർ മാത്രമാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മന്ത്ലി CPR ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ അനാലിസിസിലും നമ്മൾ ഉൾപ്പെടുത്താനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ മന്ത്ലി CPR എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ മാസത്തെ മന്ത്ലി CPR ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മന്ത്ലി CPR ലെവൽ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. ഓക്കെ, ആൻഡ് അതിന് എത്രയോ മുകളിലാണ് ഈ മാസത്തെ മന്ത്ലി CPR ലെവൽ. ഓക്കെ, അപ്പോൾ തൊട്ട് മുൻപുള്ള മാസത്തെ മന്ത്ലി CPR ലെവലിന് മുകളിലാണ് ഈ മാസത്തെ മന്ത്ലി CPR ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി പ്രൈസ് ഈ ഒരു മന്ത്ലി CPR ലെവലിന് മുകളിലാണ് നിൽക്കുന്നത്. ആൻഡ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രൈസ് ഈ രീതിയിൽ ഈ ഒരു മന്ത്ലി CPR ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33,406 മുതൽ 30,880 വരെയുള്ള ആ ഒരു ഏരിയ ആണ് മന്ത്ലി CPR ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഈ രീതിയിൽ ഈ ഒരു മന്ത്ലി CPR ലെവൽസിൽ എവിടെയെങ്കിലും ഈ ഒരു ബോക്സിനകത്ത് എവിടെ വേണമെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി തിരിച്ച് കയറാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുക. അങ്ങനെ ഇവിടെ ഒരു റീടെസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു മന്ത്ലി CPRലേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 37,724 എന്ന് പറയുന്ന മന്ത്ലി CPR R1 ആയിട്ടുള്ള ഈ ഒരു ലെവലാണ്. ഓക്കെ, ഈ ഒരു ലെവലാണ്. ഒരു 37,000 എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് ബിറ്റ്കോയിൻ കയറാനായിട്ടുള്ള സാധ്യത ഈ ഒരു മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന പോലെ ഈ മന്ത്ലി CPR ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് പ്രൈസ് നടത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഓൾറെഡി പ്രൈസ് ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ചെറിയ രീതിയിലൊന്ന് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവുന്നുണ്ട്, ആൻഡ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഒരു റീടെസ്റ്റിന് ശേഷം പ്രൈസ് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കാഴ്ചവെക്കാനായിട്ടുള്ള സാധ്യതകളും ഇവിടെയുണ്ട്. അപ്പോൾ ഒരു 30,000 പ്രൈസ് പോയാലും നമുക്ക് അവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള 37,000 പ്രൈസ് അവിടെ നിന്ന് കുതിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഒരു 12 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു അസെൻഡിങ് ചാനൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഹയർ ടൈം ഫ്രെയിം അസെൻഡിങ് ചാനലിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഈ രീതിയിൽ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു അസെൻഡിങ് ചാനലിലൂടെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കാം.
ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കി, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏരിയ നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതാ ഈ രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതാ ഈ രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്, 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഹൈലൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്കിതാ ഈ രീതിയിൽ 1 hour ടൈം ഫ്രെയിമിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടെ ഈ ഒരു ഫിഗറിൽ കണ്ട പോലെ തന്നെ ഇവിടെ നിന്ന് പ്രൈസ് ബുള്ളിഷ് ആയിട്ട് ഈ ഒരു അസെൻഡിങ് ചാനലിൻ്റെ ടോപ്പ് ട്രെൻഡ് ലൈനിൽ, അതായത് മുകളിലത്തെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് പ്രൈസ് ഇവിടെ നിന്ന് ബുള്ളിഷ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല ഇവിടെ സാധ്യതകളുള്ളത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു CPR ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തുമെന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ CPR ഇൻഡിക്കേറ്റർ ഇവിടെയും ഇടുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ നിന്നും പ്രൈസിന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാലും നമുക്ക് ഈ ഒരു CPR ലെവലിൽ നിന്നും പ്രൈസ് വീണ്ടും ബുള്ളിഷ് ആകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അസെൻഡിങ് ചാനൽ വെച്ചുകൊണ്ട് നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് നോക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ ഒരു ബ്രേക്ക് ഔട്ട്, താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട്, ഹയർ ടൈം ഫ്രെയിംസിൽ ഒരിക്കലും ഷോർട്ട് എടുക്കരുത്, ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് വേണമെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. അപ്പോൾ ആ രീതിയിൽ 2 രീതിയിലുള്ളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്താം. ഏത് രീതിയിലാണോ, ഏത് ഡയറക്ഷനിലേക്കാണോ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ആൻഡ് 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആ ഒരു പാരലൽ ചാനൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ട്രെൻഡ് ലൈൻസ് തന്നെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ആൻഡ് അതിനൊപ്പം തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരു 34,000 മുതൽ 35,000 വരെയുള്ള ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ പ്രൈസ് റെസിസ്റ്റൻസ് എടുക്കുന്നത്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രൈസിന് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ അതിനൊപ്പം ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ CPR ലെവൽ എടുക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ CPR ലെവൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 33,000 ആണ്. ഏകദേശം ഇവിടെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും പ്രൈസ് ഈ രീതിയിലൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചുകൊണ്ട് ഈ ഒരു CPR ലെവലിനെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഒരു 4 hour ടൈം ഫ്രെയിം നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ല, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കാനായിട്ട് പ്രൈസിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു പാരലൽ ചാനലിൻ്റെ മുകളിലെ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കണ്ടീഷൻസ് മനസ്സിലാക്കുക. ഏത് രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ സംഭവിച്ചാലാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രം ലോങ് പൊസിഷൻ ആയാലും ഷോർട്ട് പൊസിഷൻ ആയാലും എടുക്കാനായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് 4 hour ടൈം ഫ്രെയിമിലൂടെ കാണാൻ പറ്റുന്നത്. ആൻഡ് 4 hour ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബ്രോഡനിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡ് ലൈനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരുപാട് ദിവസങ്ങളായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. ഈ ഒരു ലെവലിലേക്ക്, അതായത് ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനും ആൻഡ് അവിടെ ഒരു ടെസ്റ്റ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രൈസ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു റീടെസ്റ്റ് അവിടെ അനിവാര്യമാണ്. എപ്പോഴും പ്രൈസ് എല്ലാ ക്യാൻഡിൽസും ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് മാത്രം അവിടെ ഫോം ആവുകയില്ല. ഒരു റീടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒരു വിക്സും കുറേ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുക. അപ്പോൾ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ചെറിയ രീതിയിലുള്ള റീടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസും കാര്യങ്ങളൊക്കെ നടത്താം. ആൻഡ് ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലൈക്കുകളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.